Hello dear students, ഇന്ന് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞ ക്ലാസ് ആയിരുന്നു പഠിച്ചത്. ക്ലാസ്സിന്റെ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? അത് ഫുള്ളായി കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. കാരണം അത് പഠിച്ചതിൻ്റെ ഒരു ചെറിയ ട്രിക്കായിട്ടാണ് ഈ ഒരു വീഡിയോ ക്ലാസ് ഉണ്ടാവുക കേട്ടോ. സോ നമ്മൾ ബേസിക്കലി ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ പഠിച്ചത് അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു വേർഡ് അല്ലേ. സോ നമ്മളിപ്പം ബിഗ്, ബിഗർ, ബിഗ്ഗസ്റ്റ് എന്ന് പഠിച്ചു. അപ്പം ഒരു സാധനം വലുതാണ് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബിഗ്ഗോ, ബിഗറോ, ബിഗ്ഗസ്റ്റോ എന്നുള്ള വേർഡൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പം നൗൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരാണ്. ആ നൗൺ എങ്ങനെ ഇരിക്കുന്നു, നന്നായിരിക്കുന്നോ, വലുതായിരിക്കണോ, ചുവന്ന നിറത്തിലിരിക്കുന്നോ, ഇതെല്ലാം എന്താണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കാണ്. അപ്പം ഈ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ നമ്മൾ പഠിക്കുന്ന ഓരോരോ വാക്കുകളും അഡ്ജക്റ്റീവ്സ് ആണ് കേട്ടോ. പക്ഷെ എന്നാൽ ഞാൻ പറയാണ് അതൊരു നീല നിറത്തിലുള്ള വലിയ പഴയ പുസ്തകമാണ് എന്ന് ഞാൻ പറയണം. അപ്പോൾ അവിടെ നീല എന്ന് വന്നു, വലിയ എന്ന് വന്നു, അതേപോലെ പഴയതെന്നും വന്നു. ഇതെല്ലാം എന്താണ് ആ പുസ്തകത്തിനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളാണ്. അപ്പം ഇവിടെ 3 അഡ്ജക്റ്റീവ്സ് വന്നിട്ടുണ്ട് അല്ലേ. ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് വരുന്ന സമയത്ത് ഏതാദ്യം പറയണം എന്നുള്ളതിൽ ഇംഗ്ലീഷിലൊരു റൂൾ ഉണ്ട്. ഓക്കെ, ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് ഒരു സെൻറ്റൻസിൽ വരുവാണേ അതിൽ ഏതാദ്യം പറയണം എന്നുള്ളതിനൊരു റൂൾ ഉണ്ട്. ആ റൂളാണ് ഇന്നത്തെ ഈ ഒരു ചെറിയ ട്രിക്കിൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. സോ ഒരു കുഞ്ഞു ട്രിക്ക് ഓർത്ത് വെച്ചാൽ ഈ ഓർഡർ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ട്രിക്ക് പറഞ്ഞു തരട്ടെ. ഒരു ചെറിയ ഷോർട്ട് ഫോം ആണ് ഒസാസ് കോംപ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഒസാസ് കോംപ് എന്ന് പറഞ്ഞാൽ OSASCOMP ഇതാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്. ഓക്കെ, ഒസാസ് കോംപ്. ഇതിൻ്റെതായ ഫുൾ ഫോം ഉണ്ട്. ഓരോരോ ലെറ്ററിന് അതിൻ്റെതായ ഫുൾ ഫോം ഉണ്ട്. അത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു റൂൾ മനസ്സിലാവും. ഓക്കെ, ഒസാസ് കോംപിൽ ആദ്യത്തെ അക്ഷരം ഏതാ വരുന്നത്? O ആണ് വരുന്നത്. O എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒപ്പീനിയൻ ആണ്, നമ്മുടെ ഒപ്പീനിയൻ. അതായത് അവൻ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒപ്പീനിയനെയാണ് നമ്മൾ. ഒരു ബോയ് എന്ന് പറയുമ്പം അതൊരു നൗൺ ആണ്. ഹീസ് എ ഗുഡ് ബോയ് എന്ന് പറയുമ്പം ഗുഡ് എന്താണ്? അതാണ് നമ്മുടെ അഡ്ജക്റ്റീവ്. അപ്പം എപ്പോഴും ഒപ്പീനിയൻ ആയിരിക്കും ആദ്യം വരുന്നത്. ഗുഡ് ബോയ്, അപ്പം അവിടെ ഗുഡ് വന്നു. ഓക്കെ, ഒസാസ് കോംപിൽ ആദ്യത്തേത് O ആണ്, അതാണ് ഒപ്പീനിയൻ. ഓക്കെ, ഒരാൾ എങ്ങനെയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയൻ എന്താണോ ആ നൗണിനെ പറ്റി, അതാണ് ഒപ്പീനിയൻ. അടുത്തത് ഏതാ വരുന്നത്? O കഴിഞ്ഞാൽ S ആണ് വരുന്നത്. S എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? S എന്ന് പറഞ്ഞാൽ സൈസ് ആണ്. ഒരു കാര്യം വലുതാണോ ചെറുതാണോ എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഉയരം കൂടിയതാണോ ഉയരം കുറഞ്ഞതാണോ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സൈസാണ്, അതിൻ്റെ വലിപ്പത്തെ പറ്റി പറയുന്നതാണ്. അതായത് അതെന്ന് ഉദ്ദേശിച്ച് ഇവിടെ നൗൺ ആണ് കേട്ടോ. ഏതൊരു നൗണിൻ്റെയും വലിപ്പത്തിനെ പറ്റി പറയുമ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സൈസാണ്. ഗുഡ്, ബിഗ്, സ്മോൾ, ടോൾ, ലോങ്, ഷോർട്ട് അല്ലെ. ഇതെല്ലാം എന്താണ് ഒരു സൈസിനെ പറ്റി പറയുന്നതാണ്. അപ്പം രണ്ടാമത് പറയേണ്ടതാണ് സൈസ്. ഓക്കെ, അടുത്തത് നമ്മൾ അതിൻ്റെ സൈസ് ആയിരിക്കും. ഇപ്പോൾ ഗുഡ് ടോൾ ബോയ്, മനസ്സിലായോ? അപ്പം ആദ്യം ഗുഡ് വന്നു, പിന്നെ ടോൾ വന്നു. ഗുഡ് ടോൾ ബോയ്, മനസ്സിലായോ? ആദ്യം ഒപ്പീനിയൻ വന്നു, പിന്നെ നമ്മൾ അതിൻ്റെ സൈസിനെ പറ്റി പറഞ്ഞു. ഓക്കെ, ഗുഡ് ടോൾ ബോയ്, മനസ്സിലായോ? ഇനി ഞാൻ പറയുവാണെങ്കിൽ O കഴിഞ്ഞു, S കഴിഞ്ഞു, അടുത്തത് വരുന്നത് A ആണ്. ഒസാസ് കോംപ് അല്ലെ, OSA ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഏജ് ആണ്. എന്താണ്? ഏജ് ആണ്. ഏജ് എന്ന് പറഞ്ഞാൽ ഇത് പ്രായം കൂടിയതാണോ പുതിയതാണോ പഴയതാണോ എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ ഏജ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം OSA കഴിഞ്ഞ് A എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നമ്മൾ ആദ്യം ഗുഡ് പറഞ്ഞു, പിന്നെ ഗുഡ് ടോൾ ബോയ് ആയി. അപ്പം നമുക്ക് ഏജും കൂടി പറയാം. ഓക്കെ, ഒരു ചെറുപ്പം കുറഞ്ഞ ഒരു ഏജ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ യങ് എന്ന് പറയും. എന്ത് പറയും? യങ് എന്ന് പറയും. അപ്പോൾ ഗുഡ് ടോൾ യങ് ബോയ് എന്നായി. ആദ്യം ഒപ്പീനിയൻ വന്നു, പിന്നെ ഒപ്പീനിയൻ കഴിഞ്ഞാൽ നമ്മുടെ സൈസ് വന്നു, ഒസ് കഴിഞ്ഞു, പിന്നെ A വന്നത് A ആണ്. A എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. ഏജിൽ നമ്മളിവിടെ യങ് എന്നും കൊടുത്തു. അപ്പം ഒപ്പീനിയൻ ഇസ് ഗുഡ്, ഗുഡ് എന്ന് നമ്മൾ പറഞ്ഞു. സൈസ് ടോൾ ആണെന്ന് പറഞ്ഞു, പിന്നെ നമ്മുടെ ഏജ് യങ് ആണെന്നും പറഞ്ഞു. അപ്പം ഗുഡ് ടോൾ യങ് ബോയ് ആയി. മനസ്സിലായോ? ആദ്യം ഒരു ബോയ് ആയിരുന്നു, പിന്നെ നമ്മൾ പറഞ്ഞു ഗുഡ് ബോയ് ആണെന്ന്, പിന്നെ നമ്മൾ പറഞ്ഞു ഗുഡ് ടോൾ ബോയ് ആണെന്ന്. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്? ഗുഡ് ടോൾ യങ് ബോയ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം OSA കഴിഞ്ഞു. അടുത്തത് പിന്നെയും ഒരു S ആണ്. S എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ അതിൻ്റെ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഏതൊരു നൗണിൻ്റെയും
ഷേപ്പ് എങ്ങനെ ഇരിക്കുന്നു, റൗണ്ട് ആണോ സ്ക്വയർ ആണോ അല്ലെ, ഇതൊക്കെയാണ് നമ്മൾ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതെല്ലാ നൗണിനും പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഒരാളെ പറ്റി പറയുന്ന സമയത്ത് പൊതുവേ നമ്മൾ ഷേപ്പിനെ പറ്റി അങ്ങനെ പറയാറില്ല അല്ലെ, അല്ലെങ്കിൽ നമ്മൾ വല്ല മോഡൽസിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പറയാറുണ്ടെന്നല്ലാണ്ട് യൂഷ്വലി നമ്മൾ ഒരു ഹ്യൂമൻ ബീങ്ങിനെ അങ്ങനെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത് ശരിയല്ല അല്ലെ. സോ ഇവിടെ ഞാൻ എന്തായാലും ബോയിനെ പറ്റി അത് പറയുന്നില്ല. ഒപ്പീനിയൻ എന്ന് പറയുമ്പം ഗുഡ് എന്ന് പറഞ്ഞു, ടോൾ പറഞ്ഞു, യങ് പറഞ്ഞു. ഇനി എങ്ങാനും ഷേപ്പ് പറയണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ആയിരിക്കും. ഒരു ബോളിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം റൗണ്ട് ബോൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ ബോക്സ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ആ ഷേപ്പ് എവിടെയാ വരിക, ഏജ് പറഞ്ഞതിന്റെ ശേഷം. ഓൾഡ് റൗണ്ട് ബോക്സ് എന്ന് പറയാം. ഓൾഡ് റൗണ്ട് ബോക്സ്, മനസ്സിലായോ? ഒരു ബോക്സിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഒസാസ് കോംപ് റൂള് വെച്ച് പറയുവാണെങ്കിൽ ആദ്യം ഒപ്പീനിയൻ ആയിരിക്കും വരിക. അപ്പം ഒപ്പീനിയൻ ഞാൻ പറയുവാണ്, ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു അഗ്ലി, ഒരു രസമില്ലാത്ത ഒരു ബോക്സ് ആണെന്ന് വിചാരിക്കുക, അഗ്ലി ബോക്സ്. ഓക്കെ, ഓ കഴിഞ്ഞ പിന്നെ എസ് ആണ് വരിക. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ സൈസ് ആണ്. അപ്പം അത് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം എത്ര വലുപ്പമുണ്ട്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ ബിഗ് ആണ്, വലിയൊരു ബോക്സ് ആണ്. അപ്പം ഞാൻ പറയണ അഗ്ലി ബിഗ് ബോക്സ് ആയി. അപ്പം അത് കഴിഞ്ഞിട്ട് ഏജ് ആണ്. ഒരു പഴയ ബോക്സ് ആണെങ്കിൽ ഓൾഡ് എന്ന് പറയാം. അപ്പം അഗ്ലി ബിഗ് ഓൾഡ് ബോക്സ് ആയി. അത് OSA കഴിഞ്ഞാൽ പിന്നെ ഒരു എസ് വന്നു, അത് അതിന്റെ ഷേപ്പ് ആണ്. അപ്പം ഞാൻ പറയുവാണ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോക്സ് ആണെന്ന്. അപ്പം എന്തായി, ആദ്യം നമ്മൾ അഗ്ലി പറഞ്ഞു, അഗ്ലി പിന്നെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞത് അതിന്റെ സൈസ് ആണ്, അത് വലുതാണ് എന്നുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു. അപ്പം അഗ്ലി പിന്നെ വലുത് എന്ന് പറയുമ്പം ബിഗ്, അഗ്ലി ബിഗ്. പിന്നെ എ പറഞ്ഞു, അത് ഏജ് ആണ്, പഴയതെന്ന് പറഞ്ഞു, ഓൾഡ് ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എസ് വന്നു. എസ് എന്ന് പറയുന്നത് ഷേപ്പ് ആണ്, ഞാൻ പറഞ്ഞു സ്ക്വയർ ആണ്. അപ്പം സ്ക്വയർ ബോക്സ്. അപ്പം ഒസാസ് വരെ എത്തി. ഓക്കെ, ഒരു ബോയെ പറ്റി പറയുമ്പോൾ നമ്മൾ ഷേപ്പ് പറയാത്തതുകൊണ്ടാണ് ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്തത് കേട്ടോ, ബോക്സിനെ പറ്റി പറഞ്ഞത്. അപ്പം അഗ്ലി ഒപ്പീനിയൻ ആണ്. പിന്നെ അഗ്ലി കഴിഞ്ഞാൽ എസ് എന്തായിരുന്നു, ബിഗ് ആണ്. അഗ്ലി ബിഗ് ഓൾഡ് സ്ക്വയർ ബോക്സ്. ഒസാസ് വരെ എത്തി. പിന്നെ ഉള്ളത് ഒരു സി ആണ്, ഒസാസ് കോംപ് എന്നല്ലേ പറഞ്ഞേ. പിന്നെ ഒരു സി വരുന്നുണ്ട്. സി എന്താണെന്ന് അറിയോ, സി കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് കളറാണ്, കളർ. അപ്പൊ ഞാൻ പറയുകയാണ് ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അതിന്റെ നിറം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിലെല്ലാം പറഞ്ഞതിന്റെ ശേഷം മാത്രം നമുക്ക് നിറം പറഞ്ഞാൽ മതി. ഓക്കെ, സോ ഞാൻ പറയുവാണ് അഗ്ലി, പിന്നെ പറഞ്ഞു വലിയ ബോക്സ് ആണ്, അഗ്ലി ബിഗ്, പിന്നെ ഓൾഡ്, ഒപ്പീനിയൻ കഴിഞ്ഞു, അതിന്റെ സൈസ് കഴിഞ്ഞു, ഏജ് കഴിഞ്ഞു, ഒസാ കഴിഞ്ഞു. പിന്നെ വരുന്നത് എന്താണ്, ഷേപ്പാണ്, സ്ക്വയർ ആണെന്ന് പറഞ്ഞു. പിന്നെ വരുന്നത് കളറാണ്, ബ്ലാക്ക് ബോക്സ്, സ്ക്വയർ ബ്ലാക്ക് ബോക്സ് എന്നായിരിക്കും അത് അവസാനിക്കുന്നത്. ഷേപ്പും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കളർ പറയുന്നത്. ഓക്കെ, സോ പിന്നെ വരുന്നത് കളർ കഴിഞ്ഞ ഒസാസ്ക് എത്തി. പിന്നെ വരുന്നത് ഓ ആണ്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്നെണ്ണം അല്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എന്നാലും നിങ്ങൾ അറിഞ്ഞിരുന്നോ, ഓ എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്, എം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ആണ്, പി എന്ന് പറഞ്ഞാൽ പേർപ്പസ് ആണ്. അതായത് ഓ എന്ന് പറഞ്ഞാൽ ഒറിജിൻ, ഇത് എപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളൊരു മീനിങ് പറയുവാണെങ്കിൽ ഒറിജിൻ. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറയണമെങ്കിൽ മെറ്റീരിയൽ. പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നതിനെയാണ് പേർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലോണ്ട്രി ബാഗ്. ബാഗ് എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവാണ്, അതൊരു നൗൺ ആണ്. ലോണ്ട്രി ബാഗ് എന്ന് പറഞ്ഞാലോ, ഇത് നമ്മൾ ലോണ്ട്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാഗാണ്. മനസ്സിലായോ? സോ അതാണ് അവിടെ ലോണ്ട്രി എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ അവസാനം വരുന്ന ഒരു അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഈ പേർപ്പസ് ഒക്കെ നമ്മൾ ഇടയ്ക്കല്ലേ യൂസ് ചെയ്യാറുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. എങ്ങാനും പേർപ്പസ് ഒക്കെ വരുവാണെങ്കിൽ അത് അവസാനമായിരിക്കും. ഈ OMP ഒറിജിൻ കഴിഞ്ഞിട്ടായിരിക്കും മെറ്റീരിയൽ പറയാം, മെറ്റീരിയലും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പേർപ്പസ് പറയുക. ഈ ആദ്യത്തെ കുറച്ചെണ്ണം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, കാരണം അതാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ് കേട്ടോ. സോ ഒസാസ് കോംപിന്റെ ഫുൾ ഫോം എന്താണ്? ഓ എന്ന് പറഞ്ഞാൽ ഒപ്പീനിയൻ ആണ്. നമ്മൾ പറയണത് ചീത്തയാണോ നല്ലയാണോ അല്ലെ, കൊള്ളാവോ കൊള്ളൂലേ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ഒപ്പീനിയൻ, അതാണ് ആദ്യം വരേണ്ടത്, നമ്മുടെ ഒപ്പീനിയൻ. അത് കഴിഞ്ഞിട്ട് ഓ കഴിഞ്ഞാൽ എസ് ആണ്. ഒസാസ് കോംപിൽ എസ് ആണ് വരിക. എസ് എന്ന് പറയുന്നത് സൈസ് ആണ്, ഇത് എത്ര വലുതാണ് എത്ര ചെറുതാണ്, നീളം കൂടിയതാണോ നീളം കുറഞ്ഞതാണോ എന്നുള്ളതാണ് അടുത്ത് വരിക. പിന്നെ എ ഫോർ ഏജ് ആണ്. ഏജ് എന്ന് പറഞ്ഞാൽ പഴയതാണോ പുതിയതാണോ, പ്രായം കൂടിയതാണോ പ്രായം കുറഞ്ഞതാണോ, അതാണ് എ. പിന്നെ ഒരു എസ് വന്നു, അത് നമ്മുടെ ഷേപ്പാണ്. ആ ഒരു വസ്തു, ആ നൗണിന്റെ ഷേപ്പാണ്. റൗണ്ട് ആണോ മറ്റേ സ്ക്വയർ ആണോ ഡയഗണൽ ആണോ വോട്ട് എവർ, ആ ഷേപ്പ് പറയുന്നു. അത് ഷേപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു സി വരും. സി എന്ന് പറഞ്ഞാൽ കളറാണ്. ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ OMPയിൽ O ഫോർ ഒറിജിൻ, M ഫോർ മെറ്റീരിയൽ, P ഫോർ പേർപ്പസ്. മനസ്സിലായോ? ഇതാണ് ഒസാസ് കോംപ്. സോ ഈ റൂള് വെച്ചിട്ട് വേണം നിങ്ങൾ ഒന്നിലധികം അഡ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അത്
ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പം ആദ്യം ഒപ്പീനിയൻ വന്നിട്ട് പിന്നെ ആ റൂൾ പ്രകാരം ഫോളോ ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ട്രിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഒരു ട്രിക്കാണ്. എന്താണ് എഡ്ജക്റ്റീവ്സ്, എന്താണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ളതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ പഠിച്ചു. ഇതേപോലെ വേറൊരു ട്രിക്കായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.